ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വരുന്നു, ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ലേ, അതുപോലെ നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ എന്നോട് ഉമ്മയെ സംസാരിച്ചത്. അതിനുശേഷം ഞാൻ ഉമ്മ ജാഫർ അങ്കിൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്ന് നേരെ ആര്യയുടെ അടുത്തേക്ക്. ഞാൻ വേറെ സ്ഥലത്താണ് ഇരുന്നിരുന്നത്, അവര് സംസാരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ നോക്കുമ്പോ ഇവര് മൂന്നുപേരും കൂടി എന്റെ അടുത്തേക്ക് വരികയാണ്. ഇവൻ എന്നെ വിളിച്ചു, അങ്കിളിന് നിന്നെ പരിചയപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എണീറ്റവരുടെ അടുത്തേക്ക് പോയി. ആദ്യം തന്നെ ഞാൻ അങ്കിൾ സുഖം അല്ലേ എന്ന് പറഞ്ഞ അങ്കിളിനും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ഉമ്മച്ചിക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്കിൾ പറയുന്നുണ്ട്, എന്താ മോളെ, എന്ത് പറയാനാണ്, കാണുന്നില്ലേ, ഇതൊക്കെ തന്നെയാണ് വിശേഷം. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്കിൾ ഇതൊക്കെ ഈ ഗെയിമിന്റെ ഭാഗമാണ്, ഇതൊന്നും നിങ്ങൾ മനസ്സിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ ഇതൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരാണ്, ഇതൊക്കെ സീസണലാണ്. കുറച്ചു ദിവസം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ പിന്നെ നമുക്ക് ശീലമാവും. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ വളരെ ജോവിയലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അങ്കിള് തന്നെയാണ് ഈ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം അപ്പം എടുത്തിട്ടത്. അങ്കിളാണ്. അങ്കിൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ സൈബർ അറ്റാക്ക് ആണ് എന്റെ മോളെ എന്തൊക്കെ പറയുന്നവര് ഈ സോഷ്യൽ മീഡിയയിൽ വഴിയൊക്കെ. അപ്പൊ സിബിൻ പറഞ്ഞു, ഇത് സീസൺ 2 ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളാണ് അങ്കിൾ ദേ നിൽക്കുന്നത്, അതൊക്കെ കഴിഞ്ഞ് അവള് നിൽക്കുന്ന കണ്ടില്ലേ. അതുപോലെ തന്നെ സ്ട്രോങ് ആണ് ജാസ്മിനും അവളത് സുഖമായിട്ട് തരണം ചെയ്തു വരും. ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ആയിരുന്നു ഞങ്ങൾ 4 പേരും കൂടി അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കോൺവെർസേഷൻ, അതായത് ഈ സൈബർ അറ്റാക്ക്, അപ്പൊ അങ്കിൾ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ അതായത് ചില കമന്റ്സ്, ഇത് ഞങ്ങൾ പറയുന്നൊന്നുമല്ല, നിങ്ങൾ ഇപ്പോഴും പോയി നോക്കിയാൽ അറിയാം. ഞങ്ങൾ അത് ജാസ്മിൻ ആർമി എന്ന് പറയുന്നില്ല, ബിക്കോസ് നമുക്കറിയില്ല അത് ജാസ്മിൻ ആർമിയാണ് ആരാന്നൊന്നും. ജാസ്മിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വന്ന വീഡിയോ ഞാൻ സമ്മതിച്ചു, ഇത് അവളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ആണെന്നുള്ളത് ഇവരോട് ചോദിക്കുന്ന അങ്കിൾ ഉറപ്പ് തന്നു. യെസ്, ഒരു വീഡിയോ, ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു സിബിനെ പണിയാം എന്ന് പറഞ്ഞിട്ട്. അത് സിബിൻ അന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത സാധനം നമ്മൾ അങ്കിളിനെ അവിടെ വെച്ച് കേൾപ്പിക്കുന്നു. അപ്പൊ അങ്കിള് പറയുകയും ചെയ്തു, ഈ ജാസ്മിൻ വാരിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിവുള്ള ഗ്രൂപ്പാണ്, നമ്മൾ അതില് ഭാഗമായിട്ടുള്ള 2 ഗ്രൂപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്കിള് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അത് അങ്കിൾ എടുത്തു പറഞ്ഞു, അതൊരു പെയ്ഡ് PR അല്ല, പെയ്ഡ് PR അല്ല എന്നുള്ളത് അങ്കിൾ എടുത്തു പറഞ്ഞു. ജാസ്മിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് ജാസ്മിന്റെ ഫാൻസ് തുടങ്ങിയിട്ടുള്ള 2 ഗ്രൂപ്പാണ്. അതിനെ ഇവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ജാസ്മിന്റെ ഫാമിലി, ജാസ്മിന്റെ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഒരു പെയ്ഡ് പരിപാടിയൊന്നും അല്ല. അങ്കിൾ പിന്നെ എടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങള് ബാക്കി കണ്ടസ്റ്റന്റ്സിന്റെ അടുത്ത് പോയിട്ട് ജാസ്മിന്റെ പേരും പറഞ്ഞ് ഓരോന്ന് പറയുമ്പോൾ, ചീത്ത വിളിക്കുമ്പോഴും മോശം പറയുമ്പോഴും തെറി പറയുമ്പോഴും ഒക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ കൂട്ട് നിൽക്കില്ല. ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിന് 10 പൈസ എന്റെ കയ്യിന്നോ ജാസ്മിന്റെ കയ്യിന്നോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, ഒരു നാരങ്ങ വെള്ളം പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് അങ്കിള് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇങ്ങനത്തെ കോൺവെർസേഷൻ ആണ് നമ്മൾ തമ്മിൽ നടന്നുകൊണ്ടിരുന്നത്. ഈ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ സിബിന് ഒരു കോള് വരുന്നു. സിബിന്റെ ഒരു കോള് വരുന്നു. അതൊരു ത്രെഡ് കോളാണ്, ഒരു ഭീഷണി കോളാണ്. എന്റെ വീട്ടിൽ വിളിച്ച കോളാണ്, എന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞാണ്. സിബിന്റെ മമ്മിക്ക് ഒരു കോള് പോയിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആള് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാണ് എല്ലാ ചാനലിലും പോയിരുന്ന് ഇങ്ങനെ ആവശ്യമില്ലാതെ ചാനലിനെ കുറിച്ച് സംസാരിക്കുന്നത്, പ്രോഗ്രാമിനെ കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി അതൊന്നും പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കൂലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇല്ല അവര് നിന്നെ എന്തെങ്കിലും ചെയ്യും, അവരങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി നമ്പർ എടുത്താ. അപ്പൊ നമ്പർ കിട്ടിയത് ആരാണ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോ ആ ഒരു ഭീഷണി കോള് വന്നിട്ട് ഞാൻ കോൾ എടുത്ത് തിരിച്ചു വന്നിട്ട് ഞാൻ ഇത് പറഞ്ഞു, അങ്കിളിനോടും പറഞ്ഞു, അങ്കിൾ കണ്ടോ ഇതാണ് എന്റെ അവസ്ഥ, എനിക്ക് ത്രെഡ് കോൾസും ഭീഷണി കോൾസും ഒക്കെ വരുന്നുണ്ട് അങ്കിൾ എന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളി എന്റെ അടുത്ത് വളരെ വളരെ നല്ല രീതിയിൽ സംസാരിച്ചത്. അങ്കിൾ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്കിള് പറഞ്ഞ, അത് വിട് മോനെ, ഇതൊക്കെ ആരാന്ന് നമുക്ക് അറിയില്ല, നമ്മുടെ കൊച്ചിന്റെ പേരും പറഞ്ഞ് കുറെ ആൾക്കാർ ഇങ്ങനെ ഓരോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്, പക്ഷെ അതും നമ്മളുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് അങ്കിൾ അവിടെ വെച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് ഒരു ഡൗട്ടും ഇല്ല. ഇങ്ങനെ PR-ന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ സംസാരിച്ചത് എപ്പിസോഡിന്റെ കാര്യമാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അങ്കിൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫാമിലി എപ്പിസോഡ്, കയറിയിട്ട് എങ്ങനെ അടിച്ചു പൊളിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോ അങ്കിൾ ഇങ്ങോട്ട് പറഞ്ഞു, അടിപൊളി എപ്പിസോഡായിരുന്നു, ഞാൻ പോയി തകർത്തിട്ടുണ്ട്, മക്കള് നാളെ എന്തായാലും ലൈവ് കാണണം, രാവിലെ തൊട്ട് കാണണം. ഞങ്ങള് രാവിലെ പാട്ടിടുമ്പോഴേ ഇതൊക്കെ അങ്കിള് ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളോട് പറഞ്ഞു. രാവിലെ പാട്ടിടുമ്പോഴേ ഞങ്ങള് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ ഒരു ടെഡി ബെയറിന്റെ കാര്യം അങ്കിള് ഞങ്ങളോട് ഇങ്ങോട്ടാണ് പറയുന്നത്. അപ്പൊ അങ്കിള് പറഞ്ഞു,
അതിന് തൊട്ട് മുമ്പാണ് ആക്ച്വലി ഗബ്രീന്റെ ഒരു കേസ് അങ്കിള് മെൻഷൻ ചെയ്തു. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഒരു പാരന്റ്സിന്റെ നാച്ചുറൽ കൺസേൺ ആണ്. അതിപ്പോ ഏതൊരു പാരന്റ് ആണെങ്കിലും അങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ. അങ്കിളിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു അവരുടെ ആ ഒരു ബോണ്ടിങ്. അതെന്തോ ആയിക്കോട്ടെ, ആ ഒരു ബോണ്ടിങ് അങ്കിളിനാണെങ്കിലും ഉമ്മച്ചിക്കാണെങ്കിലും താല്പര്യമില്ല. ഇൻഫാക്ട് ആക്ച്വലി ടോൾഡ് മീ, അങ്കിൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്നത് കണ്ടിട്ട് ഗബ്രീനെ അങ്കിൾ ഫോൺ ചെയ്ത് ഗബ്രിയോട് പറഞ്ഞു, മോനെ ഇനി നീ ജാസ്മിനെ കുറിച്ച് പബ്ലിക്കിൽ സംസാരിക്കരുത്. നീ ഇപ്പൊ ഈ ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും തെറ്റാണോന്ന് നീ ഇനി സംസാരിക്കണ്ട. നീ ഓൾറെഡി സംസാരിച്ചല്ലോ ഗെയിമിനകത്ത്, മതി, ഡൺ. ഇനി എന്റെ മോളുടെ പേര് നീ പുറത്ത് പറയരുത്. ന്യായമായിട്ടുള്ള ഒരു ആവശ്യം. ഗബ്രി തിരിച്ചു പറഞ്ഞു, അതെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ മാറ്റർ അവിടെ തീർന്നു. ഈ കാര്യം അങ്കിൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അബൌട്ട് ദ ബൊമ്മ അങ്കിള് പറഞ്ഞു ഈ ബൊമ്മ ആക്ച്വലി നേരത്തെ അവിടെ കൊടുത്തേക്കുന്നത് ആരുടെ പേര് നമ്മൾ പറയില്ല കേട്ടോ. അയാള് ഗെയിമുമായിട്ട് യാതൊരു ബന്ധമില്ല, പേര് പറയുന്നില്ല. അദ്ദേഹം കൊടുത്തയച്ച ബൊമ്മ നേരത്തെ നമ്മൾ അവിടെ കൊടുത്തു. ഇവരകത്തേക്ക് വിട്ടില്ല, ഇവരകത്തേക്ക് കൊടുത്തില്ല. അതെന്തുകൊണ്ട് കൊടുക്കാത്തതെന്ന് അങ്കിൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അങ്കിൾ അവിടെ ചെന്നതിന് ശേഷം ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ കണ്ടു, സംസാരിച്ചു. അയാളോട് പറഞ്ഞു എന്തുകൊണ്ട് ബൊമ്മ നിങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോ അവരത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, അതായത് ഒരു ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ, പേരും പറയുന്നില്ല. ആർട്ടിസ്റ്റ് കോർഡിനേറ്ററിനുമായി ഇവർ അങ്കിള് ദേഷ്യപ്പെട്ടു എന്നാ പറഞ്ഞു ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ആ ബൊമ്മ ഇല്ലാതെ അകത്ത് കയറില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ എന്റെ മോളെ വിളിച്ചോണ്ട് ഞാൻ പുറത്തിറങ്ങി പോകും എന്നൊക്കെ പറഞ്ഞ അങ്കിള് പ്രശ്നമാണ്. റിട്ടേൺ ടിക്കറ്റ് എടുത്തോളാം പറഞ്ഞു. ആ ബൊമ്മ ഉള്ളിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങൾ തിരിച്ചു പോകും, ജാസ്മിന്റെ ഫാമിലി കയറുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ അടുത്തത് ജാസ്മിനെ ഇറക്കി വിട്ടോ എന്ന് അങ്കിള് അവിടെ പറഞ്ഞു എന്ന് അങ്കിള് ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ പേരാണ് ബൊമ്മയുമായിട്ട് അകത്ത് കയറാൻ പറ്റിയത്. ബാക്കി പിന്നെ അതിനകത്ത് ചെയ്തിരിക്കുന്നതും ഒക്കെ അങ്കിളിന്റെ സ്റ്റാൻഡാണ്. ലൈക്ക് അങ്കിള് ചെയ്യണം എന്ന് തീരുമാനിച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് അങ്കിള് ഞങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ ചെയ്യണം, ഫോട്ടോ എടുത്ത് മാറ്റിയതും മാല ഊരിച്ചതും ഒക്കെ അങ്കിളുടെ ഡിസിഷനിൽ ചെയ്ത കാര്യങ്ങളാണ്. അത് കാരണം ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം കുറെ പേര് അതിനെ ചുറ്റിപ്പറ്റി കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. പുള്ളിയുടെ ഡിസിഷൻ ആയിരുന്നു, തീരുമാനിച്ചത്. എനിക്ക് ആ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റണമെന്നുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി അങ്കിള് പറഞ്ഞു. പിന്നെ പിന്നെ ഞങ്ങൾ കുറെ നേരം ഞങ്ങൾ ഇത് സംസാരിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്, ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഐ റിമെമ്പർ അങ്കിൾ വേണ്ട, അല്ലെങ്കിൽ ആ പുള്ളിന്റെ കാര്യം ഇതിനകത്ത് പറയുന്നില്ല, ബിക്കോസ് the name that we didn't mention. പുള്ളിയുടെ കാര്യം പറയണ്ട. പുള്ളിയെ ഡ്രോപ്പ് ചെയ്തു എന്നുള്ള കാര്യമല്ലേ? പുള്ളി ഡ്രോപ്പ് ചെയ്തില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറയണോ ഡ്രോപ്പ് ചെയ്തില്ല. അതെ, അതായത് ഡ്രോപ്പ് ചെയ്തെന്നാ പറഞ്ഞത്. ആണോ? എന്റെ അടുത്ത് പറഞ്ഞത് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത് ഇയാളും ദിയാസനയും കൂടെയാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടത്. അവനും ഞങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ഇതാണ് അങ്കിള് ആദ്യം എന്നോട് പറഞ്ഞത്. പിന്നെ അങ്കിള് പോക്കറ്റിൽ നിന്ന്, പക്ഷെ അത് എനിക്ക് തോന്നി ഇനിയിപ്പോ സീ ഓഫ് ചെയ്യാൻ എയർപോർട്ടിൽ വന്നതാണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെയാണോ പറഞ്ഞതെന്ന് അറിയില്ല. അപ്പൊ ആദ്യം പറഞ്ഞത് ഇവര് രണ്ടുപേരും കൂടിയാണ് എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറെ നേരം കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പിന്നെ ഞാനാ ചോദിച്ച അങ്കിളിനോട്, അങ്കിൾ എങ്ങനെയാ പോണത് ട്രിവാൻഡ്രം, ഞാൻ ട്രിവാൻഡ്രത്തുകാരിയാണ്ട് ചോദിച്ചു എങ്ങനെയാ ആരെങ്കിലും പിക്ക് ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചപ്പോ അങ്കിള് പറഞ്ഞു ഇല്ല മോളെ, വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ, അപ്പൊ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോകും എന്നാണ് പറഞ്ഞത്. അപ്പം ഇനിയിപ്പം അവര് രണ്ടുപേരും സീ ഓഫ് ചെയ്യാൻ വന്നതായിരുന്നോ എന്നുള്ളത് No, I just want to tell because ദിയ സ്റ്റോറി ഒക്കെ ഇട്ടത് ഞാൻ കണ്ടു. ദിയ സ്റ്റോറി ഇട്ടതിന് ശേഷം ദിയ ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചു. അതിനു മുമ്പ് ദിയ ഇത് എങ്ങനെ ഈ സീനിൽ വന്നു എന്നുള്ളത് പറയണമെങ്കിൽ എയർപോർട്ടിൽ നടന്ന കോൺവെർസേഷൻ പറയാം. ഞങ്ങൾ ഇതെല്ലാം സംസാരിക്കുന്നതിന്റെ ഇടയില് സിബിന് മറ്റേ ആ ഒരു ത്രെഡ് കോള് വന്ന സമയത്ത് സിബിൻ ഇത് പറഞ്ഞല്ലോ, ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഭീഷണി കോളൊക്കെ വരുന്നുണ്ട് അങ്കിൾ, എന്ത് ചെയ്യാനാണ്, സൈബർ ബുള്ളിങ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അങ്കിളും തിരിച്ചിങ്ങനെ പറഞ്ഞപ്പോഴാണ് സിബിൻ അങ്ങോട്ട് തന്നെ, നമ്മൾ അങ്ങോട്ട് തന്നെയാണ്, അത് നമ്മൾ ആക്ച്വലി ഒരു കളിയായിട്ട് പറഞ്ഞതാണ്. ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പൊ പോസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഇത് എല്ലാരും ഇപ്പൊ അടങ്ങും എന്ന് നമ്മൾ പറഞ്ഞതാണ്. അത് ഞാനും സിബിനും കൂടെ തന്നെയാണ് പറഞ്ഞത്. അപ്പം അങ്കിള് സപ്പോർട്ട് ചെയ്തു. അങ്കിള് പറഞ്ഞു ആ ശരിയാണല്ലോ, ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്, എന്നിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യും ഞാനും പോസ്റ്റ് ചെയ്യാം എന്ന് അങ്കിള് പറഞ്ഞു. അങ്കിള് പറഞ്ഞു അങ്കിളിന് ഫേസ്ബുക്കിൽ ഇടണം, അപ്പൊ നിങ്ങൾ എടുക്കൂ എന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനെയാണ് നമ്മള്. അപ്പൊ സിബിൻ ഒന്നും കൂടെ ചോദിച്ചു, അങ്കിൾ ഉറപ്പാണോ? എടുത്തെടുത്ത് ചോദിച്ചു, അങ്കിൾ ഉറപ്പല്ലേ? പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് വരാൻ പോണ പ്രശ്നം ഞാൻ ഫേസ് എന്താണ്, ഡബിൾ നിലപാടെന്നോ അതെ, അങ്ങനെയൊക്കെ എനിക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കാൻ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റും ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അത് കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പക്ഷെ അങ്കിളിനോട് ചോദിച്ചു, അങ്കിൾക്ക് ഈ ഫോട്ടോ ഇടുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്കിൾക്ക് എന്തെങ്കിലും? അങ്കിൾ പറഞ്ഞു എനിക്ക് എന്ത് കുഴപ്പം, ഇടണം, നീ അങ്ങോട്ട് ഇടുക, ഇത് കാണുന്നവരൊക്കെ കാണണ്ട, അങ്ങനെ തീരുന്ന പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് അങ്കിൾ ഇങ്ങോട്ട്. എക്സാക്ട്ലി. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മ്യൂച്വലി എടുത്ത ഒരു തീരുമാനമാണ്. എന്നാ പിന്നെ ഒരു ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. ഫോട്ടോ എടുത്തത് ഞാനാണ്. ഇവര് 3 പേരും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നത് ഞാനാണ്. അതുകൊണ്ടാണ് ആ ഫോട്ടോയിൽ ഞാൻ ഇല്ലാത്തത്. ആ ഫോട്ടോ എടുക്കുന്നത് ഞാനാണ്. അത് കഴിഞ്ഞ് അങ്കിള് പറഞ്ഞു, മോള് എടുക്കുക, ആര്യമോളുടെ കൂടെ ഫോട്ടോ വേണം, ആര്യമോളുടെ കൂടെയുള്ള ഫോട്ടോയും കൂടെ വേണം, അതും പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എടുത്തിട്ടുണ്ട് ആ ഫോട്ടോ. ആ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, വിഷമിക്കണ്ട. ഇന്നിപ്പോ ഈ ലൈവിന്റെ തംബ്നെയിലായിട്ട് ഞാൻ ആ ഫോട്ടോ തന്നെ ഇട്ടേക്കാം. ആ വിഷമം അങ്ങ് മാറട്ടെ. അപ്പൊ ഈ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. ഞാൻ ഇതിന്റെ തംബ്നെയിലായിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെ ഞങ്ങൾ മ്യൂച്വലി എടുത്ത എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട്, ഒരു സ്ട്രാറ്റജിന്നോ പ്ലാനൊന്നും ഒന്നുമില്ല. ഈ തെറി വിളിക്കുന്ന PR എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ തെറി വിളിക്കുന്ന കുറെ അക്കൗണ്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവർ ആരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നൊന്നും നമുക്കറിയില്ല. അവർക്കൊരു മറുപടി എന്നുള്ള രീതിയിൽ അങ്കിളും സിബിനും കൂടിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നതും ഇവര് പോസ്റ്റ് ചെയ്യണം തീരുമാനിക്കുന്നത്. സിബിൻ അത് എയർപോർട്ടിൽ വെച്ച് തന്നെ പോസ്റ്റ് ചെയ്യാൻ ചെയ്തു. അപ്പം ഈ ഇടുന്ന ക്യാപ്ഷനൊക്കെ സിബിൻ അവിടെ എയർപോർട്ടിൽ നിന്ന് പറയുന്നുണ്ട്. പറഞ്ഞുകൊണ്ടാണ് സിബിൻ അത് പോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കമന്റ്സും കുറെ വീഡിയോ ഒക്കെ വന്നു. ഞാൻ പ്ലാൻ ചെയ്ത് അങ്കിളുടെ പുറകെ പോയി എടുത്ത ഫോട്ടോയാണെന്ന്. സ്ട്രാറ്റജി ഞാൻ സോൾവ് ചെയ്യുന്ന ആളാണ്, ഇമേജ് കോൺഷ്യസ് ആണെന്നൊക്കെ പറഞ്ഞൊരു കമന്റ് ഫോട്ടോ ഒക്കെ വന്നതാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. അത് എഡിറ്റ് ചെയ്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, യാദർശികമായി കണ്ടുമുട്ടിയതാണ്. പിന്നെയും ഇത് ജാസ്മിനെതിരെ സിബിൻ വിജയിച്ചു അങ്ങനെയൊക്കെ ആൾക്കാർ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്, സാധ്യതയുണ്ട്. ആ സാധ്യത ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ജാസ്മിനെതിരെ ഒരു പ്രശ്നമില്ല. ഇത് ജാസ്മിന്റെ PR എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കെതിരെയുള്ള എന്റെ ഒരു മറുപടിയാണ്. അതിന്റെ താഴെ കൂട്ടിച്ചേർത്തു, ജാസ്മിന്റെ ഗെയിമിനെ ഞാൻ ഇനി വിമർശിക്കും. അത് അങ്കിളും എന്നോട് അത് തന്നെ പറഞ്ഞത്, വിമർശിക്കണം മോനെ, വിമർശിക്കേണ്ടവരെ വിമർശിച്ച് തന്നെ പറയണം. അപ്പൊ അങ്കിളും അത് പറഞ്ഞതിന്റെ പേരിൽ അതിനെയും കൂടി സാധൂകരിച്ചാണ് ഞാൻ ക്യാപ്ഷൻ എഡിറ്റ് ചെയ്തത്. അല്ലാതെ അതിന് മറ്റ് അർത്ഥങ്ങളൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാം. എന്നിട്ട് അങ്കിള് നമ്മളടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, നമുക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട്, ചായ കുടിക്കാൻ പോവാന്ന് പറയുന്നു. ഞങ്ങൾ അങ്ങനെ 4 പേരും കൂടി ചായ കുടിക്കാൻ പോകുന്നു. അവിടെ വെച്ചിട്ട് അങ്കിള് പറയുന്നു, നിങ്ങളെ പരിചയപ്പെട്ടതിന്റെ പേരിൽ എന്റെ ട്രീറ്റ് ആണ്, 2 പേർക്കും ഞാൻ കോഫി മേടിച്ചു തരുന്നു പറഞ്ഞ് ഞങ്ങൾക്ക് കോഫിയൊക്കെ മേടിച്ചു തരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കോഫി കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അങ്കിള് പറഞ്ഞത്, ഞാൻ ഒന്നും കൂടി ഒന്ന് വലിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അത് അങ്കിള് പറഞ്ഞ എങ്ങനെയാ, ബ്ലോക്കുള്ള ആളാണേ, ഒരെണ്ണം കൂടെ വലിച്ചിട്ട് വരാം. എക്സാക്ട്ലി ഇത് തന്നെ കേട്ടോ പറഞ്ഞത്. അത് അങ്കിള് ഭയങ്കര സാർക്കാസ്റ്റിക് ആയിട്ടാ പറഞ്ഞത്. എന്നിട്ട് അങ്കിള് സ്മോക്കിംഗ് റൂമിലേക്ക് പോയി. പിന്നെ ഞാനും സിബിനും ഉമ്മച്ചിയും കൂടിയാണ് കുറച്ചുനേരം അവിടെ സംസാരിച്ചുകൊണ്ട് നിന്നത്. ഞങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട്, ഞാൻ ബേസിക്കലി ഉമ്മച്ചി ഒരു ചക്കരയാ, ഭയങ്കര ജെം ഓഫ് ആൻ ഉമ്മച്ചിയാണ്, നല്ലൊരു പാവം ഉമ്മച്ചിയാണ്. ഉമ്മച്ചിക്ക് പേടി, മോള് പുറത്തിറങ്ങി കഴിഞ്ഞാല് ജാസ്മിൻ ഇതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ജാസ്മിൻ ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ടെൻഷൻസ് ആണ്. അപ്പൊ ഞാൻ ഉമ്മച്ചി അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു, ലൈക്ക് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമേ സംസാരിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നമ്മള്. സിബിൻ പറഞ്ഞു, എന്ത് വന്നാലും ഒരു സൈബർ അറ്റാക്ക് ജാസ്മിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ജാസ്മിന് അഗേൻസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജാസ്മിന്റെ കൂടെ നിൽക്കുള്ളൂ എന്ന്. എക്സാക്ട്ലി, പൂജയും അതെ. അത് ഇവരെപ്പോഴും ഉള്ള കോൺവെർസേഷനിൽ ഇവര് പറയുന്ന കാര്യമാണ്, അത് കേൾക്കുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് എനിക്കറിയാം. അവളെ നമ്മൾ ഒറ്റപ്പെടുത്തില്ല, നമ്മളെ കൂടെ നിന്ന് ഒന്നിനും നമ്മൾ അവിടെ വിട്ടുകൊടുക്കില്ല. ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ആരെയും അത്രേ ഉള്ളൂ, ഒരു അവകാശമില്ല. അപ്പം ഇത് കഴിഞ്ഞ് അങ്കിള് സ്മോക്കിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു ഫോൺ കോളിലാണ്. അങ്കിൾ ഓൾറെഡി സ്മോക്കിംഗ് റൂമിൽ തന്നെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ കോളുമായിട്ട് അങ്കിള് നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അങ്കിള് നേരെ കൊണ്ടുവന്ന് ഫോൺ എന്റെ കയ്യിൽ തന്നു. അപ്പം അതിൽ ഞാൻ പെട്ടെന്ന് പേര് ആരാ എന്താന്ന് എനിക്ക് അറിയില്ല, അങ്കിളിന്റെ ഫോണാണ്. അപ്പൊ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ആരാന്ന് ചോദിച്ചപ്പോ അങ്കിള് പറഞ്ഞ് ദിയാസനെയാണ് മോളെ സംസാരിക്കുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പിന്നെന്താ പറഞ്ഞിട്ട് ഞാൻ ദിയ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എടുത്ത പാടെ ദിയ എന്നോട് ആദ്യമേ പറഞ്ഞത്, എന്തൊക്കെയാ ഈ സംഭവിക്കണേ, എന്തായാലും നന്നായി ആര്യ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, അത് കലക്കി, അത് നിങ്ങൾ അവിടെ ഒന്നിച്ച് അങ്കിളുമായിട്ട് സംസാരിച്ചതും നിങ്ങൾ ഫോട്ടോ എടുത്തതൊക്കെ അങ്കിള് പറഞ്ഞു, നല്ല കാര്യം.
എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ജാസ്മിന്റെ PR എന്നുള്ള പേരിൽ വെറുതെ ആൾക്കാരെ തെറി വിളിക്കുന്നു, ഷൗട്ട് ചെയ്യുന്നു. പക്ഷെ അതൊന്നും ജാസ്മിന്റെ PR ഒന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ദിയ എന്നോട് പറയുമ്പോ ഞാൻ പറയുന്നുണ്ട്, ദിയ എനിക്കറിയാം, അത് ഞാനും നമ്മളൊക്കെ ഈ സീസണും ഒക്കെ കഴിഞ്ഞു വന്ന ആൾക്കാരല്ലേ. ഇതിന്റെ പേരില് ഓരോ കണ്ടസ്റ്റൻസിന്റെ പേരും പിടിച്ച് ഓരോരുത്തരെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്കിൾ നമ്മളോട് പറയുന്നുണ്ട്, നമുക്ക് അങ്ങനെ PR ഒന്നും ഇല്ല മോളെ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും എല്ലാം നിൽക്കുന്നത് ദിയയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്നത്. അങ്ങനെയാണ് അങ്കിൾ നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മളും ആ രീതിയിലാണ് ദിയ അടുത്ത് ഞാൻ സംസാരിക്കുന്നു. എന്നിട്ട് ദിയ എന്നോട് ഈ പറയുന്ന പോലെ സിബിന്റെ കേസ് പറയും.